ചമഞ്ഞു നടന്നിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാലിടറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ ഏത് രാജ്യത്തെയും വിറപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അഹങ്കരിച്ചിരുന്ന ആ വമ്പൻ ശക്തിക്ക് ഇപ്പോൾ സ്വന്തം പടക്കപ്പലുകളെയും സൈനിക താവളങ്ങളെയും സംരക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിന്ന്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിൽ ഇതിനോടകം ഏകദേശം $800 മില്യൺ ഏകദേശം 6600 കോടിയിലധികം രൂപയുടെ വമ്പൻ നാശനഷ്ടമാണ് അമേരിക്കൻ സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും മഴ പോലെ പെയ്യുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ മാത്രം കോടികളാണ് അമേരിക്ക ഒഴുക്കുന്നത്. ലോകത്തിന് മുഴുവൻ ജനാധിപത്യം പഠിപ്പിച്ചു കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കയുടെ ഇന്നത്തെ ഈ ഗതികേട് കണ്ടാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയേണ്ടി വരും. അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ വലിയൊരു ഇരട്ടത്താപ്പാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി വേഷം കെട്ടുകയും എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിന് തിരികൊളുത്തുകയും ചെയ്യുന്നതാണ് അമേരിക്കയുടെ പ്രധാന രീതി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ കാര്യം തന്നെ നോക്കൂ. ഞങ്ങൾ കൂടെയുണ്ട്, റഷ്യയെ നമുക്ക് ഒന്നിച്ചു പോരാടാം, നേരിടാം എന്ന് പറഞ്ഞ് ആ പാവത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ആയുധങ്ങൾ തരാം, പണം തരാം എന്ന് വാഗ്ദാനം നൽകി ഒരു രാജ്യത്തെ മുഴുവൻ ചാരമാക്കാൻ അമേരിക്കയ്ക്ക് അങ്ങനെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ സെലൻസ്കിയെയും യുക്രൈനെയും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന അമേരിക്കൻ നിലപാടാണ് ലോകം കണ്ടത്. ഇതേ ഇരട്ടത്താപ്പ് തന്നെയാണ് പശ്ചിമേഷ്യയിലും അവർ പയറ്റുന്നത്. ഇസ്രയേലിനെ സഹായിക്കാൻ വന്ന് ഇപ്പോൾ സ്വന്തം കീശ കാലിയാകുന്ന അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. യഥാർത്ഥത്തിൽ അറിവുള്ളവനും ധീരനുമായ ഒരാൾ ഒരിക്കലും ഇങ്ങനെ വീമ്പു പറഞ്ഞ യുദ്ധത്തിലേക്ക് ചാടി വീഴില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അമേരിക്കയുടെ കാര്യം അതല്ല. എല്ലായിടത്തും തലയിട്ട് ചിക്കിപ്പെറുക്കുക എന്നത് അവരുടെ ശീലമാണ്. പശ്ചിമേഷ്യയിലെ കൊച്ചു രാജ്യങ്ങളെയും സായുധ സംഘടനകളെയും നിസ്സാരക്കാരായി കണ്ട അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല 8ന്റെ പണികൾ കൂടിയാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ചാവർ ഡ്രോണുകളും അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയാണ്. ഒരു വശത്ത് കോടികളുടെ ആയുധ കച്ചവടം സ്വപ്നം കാണുമ്പോൾ മറുവശത്ത് തങ്ങളുടെ കപ്പലുകൾ തകരുന്നത് കണ്ട് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ ഭയപ്പെടുകയാണ്. സൈനിക വിശകലന വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം വിഭവങ്ങൾ ഇങ്ങനെ പാഴാക്കുന്നത് തുടർന്നാൽ അമേരിക്കയുടെ ആഗോള സൈനിക കരുത്ത് തന്നെ ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീട്ടിലെ വഴക്കിൽ തലയിട്ട് സ്വന്തം വീട് ജപ്തിയിലാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. പശ്ചിമേഷ്യൻ മണലാരണ്യത്തിലെ ചൂടിപ്പോൾ വാഷിംഗ്ടണിലും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ആളില്ലാ വിമാനങ്ങളും ഡ്രോൺസും കുറഞ്ഞ ചെലവിലുള്ള മിസൈലുകളും ഒരു വൻ ശക്തിയെ എങ്ങനെ മുട്ടുകുത്തിക്കാം എന്നതിന് ഉദാഹരണമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പക്കലുള്ള കോടികൾ വിലയുള്ള അയൺ ഡോം പോലുള്ള സിസ്റ്റങ്ങളെ വെറും 10-20 ലക്ഷം രൂപയുടെ ഡ്രോണുകൾ കൊണ്ട് വെല്ലുവിളിക്കാൻ ഇവിടുത്തെ സംഘടനകൾക്ക് കഴിയുന്നുണ്ട്. ഇത് അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ചുരുക്കത്തിൽ ലോകത്തിന് മുന്നിൽ വലിയ ധീരന്മാരായി ചമയുന്ന അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ്. $800 മില്യൺ എന്നത് ഒരു തുടക്കം മാത്രമായിരിക്കാം. യുദ്ധം നീണ്ടുപോയാൽ ഇത് അമേരിക്കയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണവുമായേക്കാം. മറ്റുള്ളവരെ സഹായിക്കാനെന്ന വ്യാജേന യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ഇനി എത്ര കാലം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പശ്ചിമേഷ്യയിലെ ഈ തിരിച്ചടി അമേരിക്കൻ ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശം ഏറെക്കുറെ വ്യക്തമാണ്. വീമ്പ് പറച്ചിൽ കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാനാവില്ല. ബുദ്ധിയും അതിൽ കുറച്ച് സത്യസന്ധതയും കൂടി വേണം. വരും ദിവസങ്ങളിൽ അമേരിക്കൻ നിലപാടുകളിൽ ഇനി എന്ത് മാറ്റമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.